ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോ ട്രാൻസ്പോർട്ടേഷൻ മോഡലാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. നമ്മൾ അതിലെ രണ്ട് മെത്തേഡ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ മെത്തേഡും ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡും അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി കാണുമല്ലോ അല്ലെ. പ്രശ്നമൊന്നും ഇല്ലല്ലോ. നമ്മൾ രണ്ട് മൂന്ന് പ്രോബ്ലം ഒക്കെ ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് അതൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലെ ഇലിസ്ട്രേഷൻ 27 ചെയ്യാൻ പോവാണ്. നമ്മൾ ഇന്നലെ പഠിച്ച നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ മെത്തേഡും ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡും ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഇലിസ്ട്രേഷൻ 27 ചെയ്യും. അതോടൊപ്പം നമ്മൾ പുതിയ മെത്തേഡ്, അതായത് ലാസ്റ്റ് മെത്തേഡ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് കൂടി പഠിക്കും. അതിന്റെ പ്രോബ്ലം ചെയ്യും. എന്താ, റെഡിയാണോ എല്ലാവരും? എങ്കിൽ നമുക്ക് തുടങ്ങാം. നിങ്ങൾ ആ ഇലിസ്ട്രേഷൻ 27 ഒന്ന് വായിച്ചു നോക്കുക. 28 ഞാൻ ഹോംവർക്ക് ഇങ്ങോട്ട് തന്നിരുന്നു. ആരും ഇതുവരെ ചെയ്ത് അയച്ചില്ല. ചെയ്ത് അയക്കാത്തവര് എളുപ്പം അയക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് എക്സാമിന് പ്രയോജനപ്പെടും കേട്ടോ. വായിച്ചു നോക്കി. ഇതൊഴികെ ബാക്കിയെല്ലാം നിലവിൽ വായിച്ചു നോക്കാം കേട്ടോ. ബാക്കിയെല്ലാം വായിച്ചു നോക്കാം. താഴത്തെ അങ്ങ് വിട്ടേരെ, നമുക്ക് വരാം, അതിലേക്ക് വരാം. നമുക്ക് മുകളിലെ കാര്യങ്ങൾ വായിച്ചു നോക്കാം. പ്രിയാൻഷുവിന്റെ ആണ് അല്ലെ. പ്രിയാൻഷു എനർജറ്റിക് ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ കപ്പാസിറ്റീസ് തന്നിട്ടുണ്ട്. കപ്പാസിറ്റീസ് ഇവിടെ സെന്റൻസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ സെന്റൻസ് ആയിട്ടാണ് തന്നിരിക്കുന്നത് കപ്പാസിറ്റീസ്. അതായത് കപ്പാസിറ്റി നമ്മൾ ഇവിടെ കൊടുക്കാം, അത്രേ ഉള്ളൂ. അതുപോലെ റിക്വയർമെന്റ്സ് തന്നിട്ടുണ്ട്, അതായത് ഡിമാൻഡ് തന്നിട്ടുണ്ട്. 75, 20, 50 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഡിമാൻഡും തന്നിട്ടുണ്ട്. അതാ ഇവിടെ കൊടുക്കാം താഴെ. ഓക്കെ, കൊടുക്കരുതോ? പ്രശ്നം വല്ലതും ഉണ്ടോ? ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ കപ്പാസിറ്റിയും ഡിമാൻഡും കൂടെ കൊടുത്തുകൊണ്ട് ഒരു മെട്രിക്സ് എഴുതുക. ഒരു മെട്രിക്സ് ഉണ്ടാക്കിയ വേഗം നോക്കട്ടെ പറ്റുമോന്ന്. താഴേക്ക് ഓക്കെ. നമുക്ക് ക്വസ്റ്റ്യൻ പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വരയ്ക്കാം. നമുക്ക് ഒന്നിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, എ ബി സി അല്ലെ. ഇങ്ങോട്ടേക്ക് വരുമ്പോ ഡി ഇ എഫ് ആണോ? ആണ്, ശരി. ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുതുമ്പോ ഇച്ചിരി സൈഡ് പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. സൈഡ് പിടിക്കണേ. 5, 1, 7, 6, 4, 6, 3, 2, 5 അല്ലേ. സപ്ലൈ കൊടുത്തേ. സപ്ലൈ അല്ലെങ്കിൽ കപ്പാസിറ്റി ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. എത്രയാ? 10, 80, അതുപോലെ 15 അല്ലെ. ആ ഡിമാൻഡ് കൊടുത്തേ. ഡിമാൻഡ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. എത്രയൊക്കെയാ? 75, 20 ആൻഡ് 50. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ മോഡലിൽ ആദ്യം തന്നെ നോക്കേണ്ടത് പ്രോബ്ലം ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്നാണ് അല്ലെ. സോ നമുക്കൊന്ന് ചെക്ക് ചെയ്യണ്ടേ. അത് ചെക്ക് ചെയ്യണമല്ലോ. നോക്കിക്കേ, ബാലൻസ്ഡ് ആണോ. എങ്ങനെ ബാലൻസ്ഡ് ആണോ നോക്കും? സപ്ലൈയുടെ ടോട്ടലും ഡിമാൻഡിന്റെ ടോട്ടലും ഈക്വൽ ആവണം. ആണോ ഒന്ന് ചെക്ക് ചെയ്യണേ പ്ലീസ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. സപ്ലൈയുടെ ടോട്ടൽ എത്ര വരും?
10, 80, 15, 105 വരും. ഓക്കെ, 75, 20, 50, 105, 145 അല്ലെ? ബാലൻസ്ഡ് ആണോ? അല്ല അല്ലേ? അല്ല അല്ലേ? എത്രത്തിന്റെ വ്യത്യാസമുണ്ട്? 40യുടെ വ്യത്യാസമുണ്ട് അല്ലെ? ഇപ്പൊ റിക്വയർമെന്റ് ആണ് കൂടുതൽ, അല്ലെ? ഡിമാൻഡ് ആണ് കൂടുതൽ. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഡിമാൻഡ് കൂടുതൽ വരുമ്പോ നമ്മൾ എന്തുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം? ഒരു ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിൽ, അല്ലെ? ഡിമാൻഡ് ആണ് കൂടുതൽ, സപ്ലൈ കുറവാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ എന്തുകൂടെ ആഡ് ചെയ്യണം? ഒരു ഫാക്ടറി കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അല്ലെ? വേണ്ടേ? സോ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് താഴേക്ക് എഴുതുകയാണേ. ഡിമാൻഡ് ഒന്ന് താഴേക്ക് എഴുതുകയാണ്. സോ നമുക്ക് ഇവിടെ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും? ഒരു ഡമ്മി റോ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, അല്ലെ? ഒരു ഡമ്മി റോ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരില്ലേ? അതിന് 40 കൊടുക്കാം. ഡിമാൻഡ് ഞാൻ താഴേക്ക് അങ്ങ് എഴുതുക. അപ്പൊ ബാലൻസ്ഡ് ആയല്ലോ പ്രോബ്ലം. എത്ര വരും? ബാലൻസ് ആകുമ്പോ എത്ര വരും? രണ്ട് സൈഡിലും 145 വരും. ബാലൻസ്ഡ് ആയല്ലോ പ്രോബ്ലം. ബാലൻസ്ഡ് ആയി. യാതൊരു പ്രശ്നമല്ല. ഇവിടെ മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇത് മിനിമൈസേഷൻ പ്രോബ്ലം തന്നെയാണ്. മാക്സിമൈസേഷൻ ഒന്നും അല്ല കേട്ടോ. ഇത് ഡയറക്റ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം. എങ്ങനെ ചെയ്യാം? ഏത് മെത്തേഡാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്? നോർത്ത് വെസ്റ്റ്. നമ്മൾ ആദ്യം പഠിച്ചത് നോർത്ത് വെസ്റ്റ് അല്ലേ? സോ ആ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. നോർത്ത് വെസ്റ്റ് കോർണറിൽ ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, കോസ്റ്റ് എത്ര വരും നോക്കാം. റെഡിയാണോ നിങ്ങള്? ഫസ്റ്റ് റോ നോക്കിയാ, ഫസ്റ്റ് റോ നോർത്ത് വെസ്റ്റ് കോർണർ ഏതാ? ഇതല്ലേ? എത്ര കൊടുക്കാം? 10 കൊടുക്കുവോ 75 കൊടുക്കുവോ? 10 കൊടുക്കും അല്ലെ? സോ 10 ഇവിടെ വെട്ടി 0 എഴുതുക. ആ റോ വെട്ടിക്കളയുക. ഇവിടെ 10 കുറയ്ക്കുക, അല്ലെ? അടുത്ത നോർത്ത് വെസ്റ്റ് കോർണർ ഏതാ? ഇതല്ലേ? ആണോ? 65 കൊടുക്കുവോ 80 കൊടുക്കുവോ? 65 കൊടുക്കും. എന്താ സംശയം? സോ 0 എഴുതും. ഇത് വെട്ടും. ഇവിടെ എത്ര കുറയ്ക്കും? 80ന് 65 കുറയ്ക്കണം. എത്ര വരും? 15 ആണോ? 15. പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. അടുത്ത നോർത്ത് വെസ്റ്റ് കോർണർ ഇതല്ലേ? എത്ര കൊടുക്കും? 20 കൊടുക്കോ 15 കൊടുക്കോ? 15 കൊടുക്കും. സോ 0 ആയി. റോ വെട്ടി. ഇവിടെ 15 കുറയ്ക്കണം. 20ന്ന് 15 കുറച്ചാ 5 അല്ലെ? 5. നോർത്ത് വെസ്റ്റ് കോർണർ അടുത്ത ഏതാ? ഇതല്ലേ? എത്ര കൊടുക്കാം? 5 കൊടുക്കോ 15 കൊടുക്കോ? 5 കൊടുക്കോ 15 കൊടുക്കോ? 5 കൊടുക്കും, അല്ലെ? സോ 0 ആയി. ആ കോളം വെട്ടണം. ഇവിടെ 5 കുറയ്ക്കണം. അപ്പൊ 10 ആയി. ഓക്കെ. അടുത്ത നോർത്ത് വെസ്റ്റ് ഏതാ? ഇതല്ലേ? 50 കൊടുക്കോ 10 കൊടുക്കോ? 10 കൊടുക്കും. സോ 10 0 ആയി. വെട്ടി. ഇവിടെ 40. ഇവിടെയും 40, ഇവിടെയും 40. ചെയ്തത് ശരിയല്ലേ? പ്രശ്നമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് എത്ര വരുമെന്ന്. മിനിമം കോസ്റ്റ് 10 into 5. അതായത് A to D ആണെങ്കിൽ ഇങ്ങോട്ട് മാറ്റി എഴുതാവേ. എല്ലാ അലോക്കേഷനും ഒന്ന് കൊടുത്തേ. എക്ക് ഡിയിലേക്കുണ്ടല്ലേ? എത്ര വരും? 10 into 5 അല്ലേ? ഓക്കെ. ദെൻ ബി എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് പോകും? ABC എന്ന് പറയുന്ന ഫാക്ടറീസ് ആണ്. അപ്പോ ഇവിടെ DEF എന്ന് പറയുന്നത് വെയർ ഹൗസുകൾ, അല്ലെ? ബിന്ന് എങ്ങോട്ടേക്കൊക്കെ പോകുന്നുണ്ട്? ബിന്ന് ഡിയിലേക്കും പോകുന്നുണ്ട്, ഇയിലേക്കും പോകുന്നുണ്ട്, അല്ലെ? ഓക്കെ. ഡിയിലേക്കാണെങ്കിൽ 65 into 6ഉം ഇയിലേക്കാണെങ്കിൽ 15 into 4ഉം. ഓക്കെ. എന്നാ സിയിലേക്ക് വരുമ്പോഴോ? സിന്ന് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്? ഇയിലേക്കും പോകുന്നുണ്ട്, അതുപോലെ എഫിലേക്കും പോകുന്നുണ്ട്. ഇയിലേക്കാണെങ്കിൽ 5 into 2 ആണോ? 5 into 2 ആണോ? ആണ്.
എഫിലേക്കാണെങ്കിൽ 10x5 ആണോ? ആണ്. ദെൻ ഡിയിലേക്ക് വരുമ്പോ, അതായത് ഡമ്മി ആണ്, ഡമ്മി ഫാക്ടറി ആണ്. എവിടെയാ അലോക്കേഷൻ? എഫിലാണ് അലോക്കേഷൻ. 40x0 കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യനിലെ അവസാനത്തേക്ക് ഒന്ന് വരിക, അവസാന ഭാഗത്തേക്ക് ഒന്ന് വരിക. 0 കൊടുക്കുന്നതിന് മുമ്പ് ക്വസ്റ്റ്യനിലെ അവസാന ഭാഗത്തേക്ക് വരിക. The penalty cost for not satisfying demand at the warehouse D, E and F are 5, 3 and 2 respectively. So എഫിന്റെ പെനാൽറ്റി എത്രയാണ്? ഡിമാൻഡ് മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി കോസ്റ്റ് 2 ആണ്. സോ ആ 2 ഇവിടെ കൊടുക്കണം. അതാണ് ഈ ഒരു പ്രോബ്ലം വെറൈറ്റി ആവുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ് കേട്ടോ. സോ ഇതെല്ലാം ഒന്ന് ചെയ്തേ. നിങ്ങൾ കണ്ടല്ലോ ക്വസ്റ്റിന് താഴെ 5, 3, 2 എന്ന് പറഞ്ഞ റെസ്പെക്റ്റീവ്ലി. അതായത് 5 എന്ന് പറയുന്നത് ഡിയുടെ ആണ്, 3 എന്ന് പറയുന്നത് ഇയുടെ ആണ്. നമുക്ക് വേണ്ട അതിന്റെ എഫിന്റെ അല്ലേ. സോ നമ്മൾ 2 എടുത്തു, 40x2 എടുത്തു, 0ക്ക് വരാൻ 2 എടുത്തു. ഇത് ചെയ്ത് നോക്കി എത്ര വരുമെന്ന്. 50 × 6 390, 15x4 60, 15x10, 5×50 അല്ലെ? എത്ര വരും നോക്കി, ആഡ് ചെയ്ത് നോക്കി. മിനിമം കോസ്റ്റ് 640 രൂപ. ശരിയാണോ? ഒന്ന് ചെക്ക് ചെയ്തേരെ. 640 ആണോ? 640 ആണോ ഒന്ന് ചെക്ക് ചെയ്തേ. അല്ലേ? ശരിയാണ്, 640 ആണ്. നോ ഡൗട്ട്സ്. എന്നാൽ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡിൽ ചെയ്താലോ? റെഡിയാണോ നിങ്ങൾ? വേഗമാവട്ടെ. വീണ്ടും ഒരു ഡമ്മി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു മെട്രിക്സ് തയ്യാറാക്കുക കേട്ടോ. ഡമ്മി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് മതി, നമ്മൾ ഓൾറെഡി ചെയ്തതാണല്ലോ. ഇനി വീണ്ടും ഒന്നേന്ന് പോകണ്ട. ഡമ്മി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു മെട്രിക്സ് തയ്യാറാക്കുക. ആയിക്കോട്ടെ. ആറ് 4 6 3 2 5 ഇവിടെ എല്ലാം 0 ആണ്. സപ്ലൈ വരുമ്പോഴത്തേക്കും എത്രയായിരുന്നു? 10, 20, 15, 40 ആണ്. 10, 20, 80, 15, 40, 10, 80, 15, 40 അല്ലെ? ഡിമാൻഡ് 75, 20, 50. 75, 20, 50. ശരിയല്ലേ? ഏത് മെത്തേഡിലാ ചെയ്യാൻ പോകുന്നത്? ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡ് കേട്ടോ. ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡ്. ഇലിസ്ട്രേഷൻ എത്രയായിരുന്നു? 27 അല്ലേ?
ഓക്കെ, നമ്മൾ ചെയ്തിട്ടുള്ള കഴിഞ്ഞ ദിവസത്തെ ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡ് എങ്ങനെയാ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ആദ്യത്തെ റോ എടുക്കുക. ആദ്യത്തെ റോയിലെ ലീസ്റ്റ് കോസ്റ്റ് സെൽ ഏതാണെന്ന് നോക്കാം. 1 അല്ലേ ലീസ്റ്റ് കോസ്റ്റ് സെല്ല്. സോ 1ന് ഏത് അലോക്കേറ്റ് ചെയ്യാം? 10 അലോക്കേറ്റ് ചെയ്യോ 20 അലോക്കേറ്റ് ചെയ്യോ? ചെറുതല്ലേ അലോക്കേറ്റ് ചെയ്യാ. സോ 10 എടുക്ക്. ആ 10 വെട്ടി 0 ആയി അല്ലേ, വെട്ടിപ്പോയി. ഇവിടെ എത്ര കുറയ്ക്കണം? 10 കുറയ്ക്കണം, ബാക്കി 10. സീനുണ്ടോ? ഇല്ലല്ലോ. അതേതാ ലീസ്റ്റ് കോസ്റ്റ് ആണ്. അടുത്ത റോ എടുക്കുക. അടുത്ത റോ എടുക്കുമ്പോ ഏതാണ് അതില് ലീസ്റ്റ് കോസ്റ്റ് സെല്ല്? 4 ആണ് അല്ലെ. സോ അവിടെ നമ്മൾ 10 കൊടുക്കോ 80 കൊടുക്കോ? 10 കൊടുക്കും. ഇവിടെ 0 ആയി, വെട്ടി. ഇവിടെ 10 കുറയ്ക്കും, 70 ആയി അല്ലെ. അടുത്ത റോ എടുത്തേ. അടുത്ത റോ 3ഓ 5ഓ? 3 ആണ് ലീസ്റ്റ് കോസ്റ്റ്. 75 കൊടുക്കോ 15 കൊടുക്കോ? 15 കൊടുക്കും. സോ എത്രയായി? 0 ആയി. ഇത് വെട്ടി. ഇവിടെ 15 കുറയ്ക്കണം അല്ലെ. 75 15 കുറച്ച് 60 വരും. ഡമ്മി അല്ലേ, ഡമ്മിയാണ്. എത്ര കൊടുക്കാം? ഏത് കൊടുക്കും? ഏത് സെലക്ട് ചെയ്യും? ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യും. മാക്സിമം പോസിബിൾ കൊടുക്കത്തക്ക രീതിയിൽ 40 കൊടുക്കാം അല്ലെ. ഇവിടെ ആണെങ്കിൽ 40 കൊടുക്കാൻ പറ്റും. ഇവിടെ ആണെങ്കിലും 40 കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുക്കും. 40 കൊടുക്കും. കൊടുത്തോ? 40 കൊടുത്തോ? 0 ആയില്ലേ, ബാക്കി 10. ആദ്യത്തെ റോ എല്ലാം കഴിഞ്ഞു. കോളം വൈസ് നോക്കി. ഫസ്റ്റ് കോളം ഏതാ? ലോവർ ഏതാ? 6 മാത്രമേ ഉള്ളൂ അല്ലേ. ഇവിടെ കൊടുക്ക്. എത്ര കൊടുക്കാം? 60 കൊടുക്കോ 70 കൊടുക്കോ? 60 കൊടുക്കും. സോ 0 ആയി. ഇവിടെ 60 കുറവ് 10 ആയി അല്ലെ. 0 ആകുമ്പോ വെട്ടിക്കളയാൻ മറക്കരുത്. ഇത് വെട്ടിപ്പോയതാണ്. ഈ കോളം വരുമ്പോ ഇവിടെ ഏതാനും 6 ഉള്ളൂ അല്ലെ. എത്ര കൊടുക്കും? 10 ഉള്ളൂ. ഇവിടെയും 10, ഇവിടെയും 10. അപ്പൊ അത് കൊടുക്കാം. ആൻസർ ശരിയാണ്. നോ പ്രോബ്ലം. നമുക്ക് നോക്കാം, അലോക്കേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ എക്ക് വന്നിരിക്കുന്നത് എവിടെയാണ്? ഇയിലാണ് അല്ലെ. ഇ മാത്രമേ ഉള്ളൂ, അതായത് 10 into 1. ബിക്ക് വന്നിരിക്കുന്നത് എവിടേക്കാ? 3 ഉണ്ട്. അതായത് ഡിയിലുണ്ട്, ഇയിലുണ്ട്, എഫിലുണ്ട്. ഡിയിലേക്കാവുമ്പോ 60 into 6, ഇയിലേക്കാവുമ്പോ 10 into 4, എഫിലേക്കാവുമ്പോ 10 into 6. ഓക്കെ. സിയിലേക്ക് വന്ന് സിയിൽ എവിടെയൊക്കെ ഉണ്ട്? ഒരിടത്തേ ഉള്ളൂ. സിയില് ഡിയിലേക്ക് മാത്രമേ ഉള്ളൂ. സോ എത്രയാണ്? 15 into 3 ആണോ? ഡമ്മി വന്ന് ഡമ്മി ഫാക്ടറി എങ്ങോട്ടേക്ക് അലോക്കേറ്റ് ചെയ്യുന്നത്? എഫിലേക്കാണ് അല്ലെ. സോ 40 into ഇവിടെയും എഫിലേക്കാ കൊടുത്തത്. നമ്മൾ എഫിലേക്കാ കൊടുത്തത്. എന്ത് ചെയ്യാം? എഫിന്റെ പെനാൽറ്റി കോസ്റ്റ് എടുക്കുക. അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതുമായി. സോ എല്ലാം ഒന്ന് ഇൻഡു ചെയ്ത് നോക്കി എത്ര വരും? നമുക്ക് ടോട്ടൽ എടുത്ത് എത്ര വരും? 10, 360, 40, 60, 45, 80. 595 കിട്ടിയോ? 595 കിട്ടിയോ? 595. ഇനി ടെക്സ്റ്റിലെ ആൻസർ ആണ് തോന്നുന്നു. ടെക്സ്റ്റിലെ ആൻസറുമായിട്ട് കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ മിനിമം കോസ്റ്റ്. സിമ്പിൾ. ഇപ്പൊ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ മെത്തേഡ് ചെയ്യുമ്പോൾ അവിടെ വേറൊരു ആൻസർ ആയിരിക്കും കേട്ടോ. തെറ്റൊന്നും അല്ല, അത് വേറൊരു ആൻസർ ആയിരിക്കും. നേരെ മറിച്ച് ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ആൻസർ കിട്ടും. ചിലപ്പോൾ ഇനി വോഗൽസ് ചെയ്യുമ്പോൾ മറ്റൊരു ആൻസർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതേ സെയിം ആൻസർ ആയിരിക്കും കിട്ടുക. പറയാൻ പറ്റത്തില്ല.
ചെയ്യുന്നത് പക്കയായിരിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഇതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേറെ സംശയമൊന്നും ഇല്ലല്ലോ ഇത്രയത്തില് വേറെ സംശയമൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഇലിസ്ട്രേഷൻ 28 വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡിൽ ചെയ്യാം. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. ഇലിസ്ട്രേഷൻ 28 കണ്ടോ? ഇലിസ്ട്രേഷൻ 28 കിടക്കുന്ന കിടപ്പ് കണ്ടോ? മിനിമൈസേഷൻ പ്രോബ്ലം ആണ്. മിനിമം കോസ്റ്റ് ഒപ്റ്റിമം കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു മെട്രിക്സ് നിങ്ങൾ ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്ന് ആദ്യം നോക്കുക. ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്ന് ആദ്യം നോക്കുക. ഒന്ന് നോക്കി, ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ. ഇവിടെ അവർ തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ 800 വരണം, ഇവിടെ 1100 വരണം. സോ എന്താണിത്? എന്താണ്? അൺബാലൻസ്ഡ് ആണ് അല്ലെ? അൺബാലൻസ്ഡ് ആണ്. ഡിമാൻഡ് ആണ് കൂടുതൽ, കപ്പാസിറ്റി കുറവ്. ഡിമാൻഡ്, ആവശ്യക്കാർ കൂടുതൽ വരുന്നു, പക്ഷെ അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പുതിയൊരു പ്ലാന്റ് അല്ലെങ്കിൽ പുതിയൊരു ഫാക്ടറി കൂടെ ഇംപ്ലിമെന്റ് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം. എന്തിനു വേണ്ടി? അത്രയും പ്രൊഡക്ഷനും കൂടെ വരുത്താൻ വേണ്ടിയിട്ട്. സോ ഇപ്പൊ ഇവിടെ എന്താണ്? പുതിയൊരു റോ കൂടെ ആഡ് ചെയ്യേണ്ടി വരും അല്ലെ? പുതിയൊരു ഡമ്മി പ്ലാന്റ് കൂടി ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അത്തരത്തിൽ നിങ്ങൾ ആഡ് ചെയ്ത് പ്രോബ്ലം ഒന്ന് ബാലൻസ്ഡ് ആക്കണം. ആദ്യം ചെയ്യേണ്ട അതാണ്. ഒന്ന് ചെയ്തേ നോക്കട്ടെ. നിങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് ഞാനൊരു ചെറിയ ഒരു കോളം വരച്ചോട്ടെ. പുതിയ ഒരെണ്ണം പ്രിപ്പയർ ചെയ്യാം. പുതിയ ഏരിയ ഉണ്ട്, അതുകൊണ്ട് പുതിയ ഒരെണ്ണം തന്നെ അങ്ങ് വരയ്ക്കാം. കുഴപ്പമില്ലല്ലോ. എപ്പോഴും നിങ്ങൾ ഒരു ലെഫ്റ്റ് സൈഡ് ചേർത്ത് പിടിക്കുക കേട്ടോ. നിങ്ങൾ ബുക്കിലാണെങ്കിൽ പോലും ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർത്ത് പിടിച്ച് കോളം വരയ്ക്കുക, ബാലൻസ് ചെയ്യുക കേട്ടോ. ടേബിൾ വരയ്ക്കുക, ബാലൻസ് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് ചേർക്കണം, കാരണം വേറെ കളികളുണ്ട്, അതുകൊണ്ടാണ്. ലെഫ്റ്റ് സൈഡ് പിടിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ എക്സാമിനാണെങ്കിൽ പോലും. ഓക്കെ, നിങ്ങൾ വരച്ചു. ഞാനിപ്പോ വരുവേ, ഇപ്പൊ എത്തും. ഞാനിപ്പോ എത്തും. നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ഇത്ര വൃത്തിക്ക് പോകുന്നത്.
ഓക്കെ, ഇട സൈഡ് പിടിക്കുക കേട്ടോ. ഞാൻ ദാ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാം. വെയർഹൗസ് 1, വെയർഹൗസ് 2, വെയർഹൗസ് 3 അല്ലെ. ഇവിടെ പ്ലാന്റുകളാണ്, ഇത് വെയർഹൗസുകൾ, ഇവിടെ പ്ലാന്റ് ആണ് അല്ലെ. ഓക്കെ, പ്ലാന്റ് എ, പ്ലാന്റ് ബി, ഇവിടെ ഒരു ഡമ്മി അല്ലെ. ഡമ്മി പ്ലാന്റ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നല്ലേ പറഞ്ഞേ. സോ ഡമ്മി, ഇവിടുത്തെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, 25, 17, 25, 15, 10, 18. കപ്പാസിറ്റി എത്രയാ? കപ്പാസിറ്റി അല്ലെങ്കിൽ സപ്ലൈ പറഞ്ഞു. 300, 500, എത്രയും കൂടെ വരണം. എത്രന്റെ ഡിഫറൻസ് ഉണ്ട്? 1100 800 അല്ലെ. 300ന്റെ ഡിഫറൻസ് ഉണ്ട് അല്ലെ. 300 കൊടുക്കും. ഡിമാൻഡിലേക്ക് വരുമ്പോ നമുക്കുള്ള ഡിമാൻഡ് 300, 500. ഈ 300 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ അല്ലേ? എങ്ങനാ? 1100 തമ്മിലുള്ള വ്യത്യാസം. കപ്പാസിറ്റിയും ഡിമാൻഡും, സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആകണമല്ലോ. സോ ഈക്വൽ ആക്കിയതാണ് നമ്മൾ. അതാണ് ഇവിടെ സംഭവം. തെറ്റിദ്ധരിക്കല്ലേ, പണിയായി പോകരുതേ, മറക്കരുതേ. ഓക്കെ, ബാലൻസ് ചെയ്തു. ഇലിസ്ട്രേഷൻ 28 ആണ്, ബാലൻസ് ചെയ്തിട്ടേക്കാണ്. മിനിമൈസേഷൻ പ്രോബ്ലം ആണ്, മാക്സിമൈസേഷൻ ഒന്നും അല്ല, മിനിമൈസേഷൻ തന്നെയാണ്. സോ വേറെ ഒന്നും ഇത് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. നമുക്ക് നേരെ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഇത് വർക്ക്ഔട്ട് ചെയ്യാം. എന്നിട്ട് നോക്കാം ആൻസർ എത്രയാണെന്നുള്ളത്, മിനിമം കോസ്റ്റ് എത്രയാണെന്നുള്ളത് നോക്കാം. സോ നിങ്ങളിവിടെ പെനാലിറ്റീസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നോർത്ത് വെസ്റ്റ് കോർണറോ ലീസ്റ്റ് കോസ്റ്റ് സെല്ലോ ഒന്നും അല്ല നോക്കേണ്ടത്. ഇവിടെ നിങ്ങൾ പെനാലിറ്റീസ് നോക്കണം. പെനാലിറ്റീസ് എന്ന് പറയും, പെനാലിറ്റീസ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞേ? റോ വൈസിലെയും കോളം വൈസിലെയും പെനാലിറ്റീസ് നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് പെനാലിറ്റി ഒന്ന് നോക്കാം. ഫസ്റ്റ് പെനാലിറ്റി എങ്ങനെയാണ് ഇനി പെനാലിറ്റി ചെക്ക് ചെയ്യുക? ഫസ്റ്റ് റോ എടുക്കുക, ഇതിലെ ലീസ്റ്റ് വാല്യൂ ഏതാണെന്ന് നോക്കുക. സോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും 17 ആണെന്നുള്ളത്. 17 നിന്ന് അടുത്ത ലീസ്റ്റ് വാല്യൂ ഏതാണോ അത് കുറയ്ക്കുക. 17 എടുത്തു, 17 പോയിട്ടുള്ള മറ്റുള്ള സെൽസിൽ ഏതാണോ ലീസ്റ്റ് വാല്യൂ അത് എടുക്കുക. സോ ഇവിടെ 25 ആണ് അല്ലെ. സോ എത്ര വരും അത് തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു, എത്ര വരും? 8 അല്ലേ. 8. അടുത്ത റോ എടുത്തേ. ഇവിടെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ ഏതാ? 10 ആണ്. 10ന് പുറമെ അടുത്ത് കിടക്കുന്ന ലീസ്റ്റ് വാല്യൂ ഏതാ? 15 ആണോ 18 ആണോ? 15 ആണ്. സോ ഇത് തമ്മിലുള്ള വ്യത്യാസം 10 - 15, മൈനസ് ഫിഗർ ഒന്നും ഇവിടെ എഴുതുക കേട്ടോ. എത്ര വരും? 5 വരും. അടുത്ത ഡമ്മി 0 ആണ്. കോളത്തിലേക്ക് വാ, ഇങ്ങോട്ട് വാ, ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വരണം. മനസ്സിലായോ? ഇങ്ങനെയാണ് വരേണ്ടത്. ഈ കോളം നോക്കി, ഇതിലേതാ ഏറ്റവും ലീസ്റ്റ്? 0 അല്ലെ. 0 ആണ് ഏറ്റവും ലീസ്റ്റ്. 0യിൽ നിന്ന് 25 പോയി കഴിഞ്ഞാൽ എത്ര തന്നെ വരും? സോറി, 18 അല്ല അടുത്ത കിടക്കുന്നത്. 18 പോയി കഴിഞ്ഞാൽ 18 അല്ലെ. 0 എടുത്തു, 0യിൽ നിന്നും തൊട്ടടുത്ത് കിടക്കുന്ന ലീസ്റ്റ് എന്ന് പറയുന്നത് 18 ആണ്. 0യിൽ നിന്ന് 18 പോയി കഴിഞ്ഞാൽ എത്ര തന്നെയാണ്? 18 തന്നെയാണ് അല്ലെ. അടുത്ത എത്ര വരും? 0 ആണ് ഇവിടെ. അടുത്ത കോളത്തിലും 0 ആണ്. 0 ആണ് ലീസ്റ്റ്. അതിൽ നിന്ന് തൊട്ടടുത്ത ലീസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് ഏതാ എടുക്കണ്ടേ? 10. 0യിൽ നിന്ന് 10 പോയി കഴിഞ്ഞാൽ പറഞ്ഞോ 10. സംശയമുണ്ടോ?
അടുത്തത് 0. 0യിൽ നിന്ന് 15 പോയി കഴിഞ്ഞാൽ 50. ഇങ്ങനെയാണ് പെനാൽറ്റി കണ്ടുപിടിക്കുന്നത്. ഒന്നുകൂടെ പറയാം. ഇവിടെ എങ്ങനെ 8 കിട്ടിയ പെനാൽറ്റി? ആ ഒരു റോയിലെ ഏറ്റവും ലീസ്റ്റ് സെല്ലിൽ നിന്ന് തൊട്ടടുത്ത ലീസ്റ്റ് സെല്ല് ലീസ്റ്റ് കോസ്റ്റ് മൈനസ് ചെയ്തു. 17 എടുത്തെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 25 ആണ്. സോ 17 25 കുറച്ച് 8 കിട്ടി. ഇവിടേക്ക് വരുമ്പോൾ രണ്ടാമത്തെ റോയിലേക്ക് വരുമ്പോൾ ഏറ്റവും ലീസ്റ്റ് 10 ആണ്. തൊട്ടടുത്ത് കിടക്കുന്ന ലീസ്റ്റ് എന്ന് പറയുന്നത് 15 ആണ്. അല്ലെ? ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ 5 കിട്ടും. ഇവിടെ വരുമ്പോൾ 0 ആണ്. മൂന്നാമത്തെ റോ വരുമ്പോൾ 0 ആണ്. കോളം വൈസ് നോക്കുമ്പോൾ 0 ആണ്. 0യിൽ നിന്ന് തൊട്ടടുത്ത് കിടക്കുന്ന ചെറുതെന്ന് പറയുന്നത് 18 ആണ്. 18. 0യിൽ നിന്ന് 18 പോയി കഴിഞ്ഞാൽ 18 തന്നെ. ഇവിടെ വരുമ്പോൾ 0യിൽ നിന്ന് 10 പോയി കഴിഞ്ഞാൽ 10 തന്നെ. 0യിൽ നിന്ന് 15 പോയി കഴിഞ്ഞാൽ 15 തന്നെ. അതിൽ നിന്ന് നിങ്ങൾ ഹയസ്റ്റ് പെനാൽറ്റി ഏതാണോ അത് തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ നിങ്ങളൊന്ന് സ്റ്റാർ ചെയ്താലും മതി. സ്റ്റാർ ചെയ്താൽ മതി. ഹയസ്റ്റ് പെനാൽറ്റി വരുന്ന ആ ഒരു കോളം നിങ്ങൾ സ്റ്റാർ ചെയ്യുക. സോ ആ കോളത്തിൽ വരുന്ന ലീസ്റ്റ് വാല്യൂ ഏതാണോ, ലീസ്റ്റ് സെൽ ഏതാണോ അവിടെയാണ് അസൈൻമെന്റ് ചെയ്യേണ്ടത്. ഇവിടെ നോർത്ത് വെസ്റ്റോ ലീസ്റ്റ് കോസ്റ്റോ ഒന്നും അല്ല. പെനാലിറ്റി കൂടുതൽ വരുന്ന റോ ആണോ കോളമാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്തപ്പോ എന്ത് മനസ്സിലായി? കോളമാണെന്നുള്ളത് മനസ്സിലായി. കോളമാണെന്നുള്ളത് മനസ്സിലായി അല്ലെ? സോ ഈ കോളത്തിലെ ലീസ്റ്റ് വാല്യൂ ലീസ്റ്റ് സെൽ ഏതാണെന്ന് നോക്കുക, അവിടെ അസൈൻ ചെയ്യുക. അപ്പൊ ഇവിടെ എത്ര കൊടുക്കാൻ പറ്റും? 300 കൊടുക്കുവോ 500 കൊടുക്കുവോ? ഇവിടെ 300 കൊടുക്കുവോ 500 കൊടുക്കുവോ? 300 കൊടുക്കും അല്ലെ? സോ ഇവിടെ വെട്ടിപ്പോയി 0 ആയി. 0 ആവുന്ന റോ വെട്ടി. ഇവിടെ എത്ര എഴുതണം? 200 എഴുതണം. കണ്ടോ? ഇനി നോർത്ത് വെസ്റ്റോ ലീസ്റ്റ് കോസ്റ്റോ അല്ല, വീണ്ടും പെനാൽറ്റി. രണ്ടാമത്തെ പെനാൽറ്റി നോക്കുക. നോക്കണ്ടേ? വേണം. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെ അങ്ങോട്ട് വരച്ചിടുക, മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. തമ്മിൽ തിരിഞ്ഞൊന്നും പോകരുത്. കണ്ടോ? ഇതാ ഫസ്റ്റ് റോ എടുത്തോ. ഫസ്റ്റ് റോ എടുക്കുമ്പോൾ 17 ആണ് ഇപ്പോഴും ചെറുത്. അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ചെറുത് 25 ആണ്. സോ 8 വരും. ബി എടുക്കുമ്പോൾ 10 ആണ് ചെറുത്. അതിന് തൊട്ടടുത്ത് കിടക്കുന്ന ചെറുത് 15 ആണ്. സോ 5 വരും. ഇവിടെ ഒന്നുമില്ല, ഇത് വെട്ടിപ്പോയതാണ്. അതുകൊണ്ട് നമുക്ക് നില്ലിടാം. കോളത്തിലേക്ക് വന്നേ. കോളത്തില് ഈ 0 ഇനിയും എടുക്കാൻ പറ്റില്ല, വെട്ടിപ്പോയതാണ്. സോ ഇനി ലീസ്റ്റ് ഉള്ളത് ഈ കോളത്തിൽ ഏതാ? 18 ആണ്. 18 നിന്ന് 25 പോയി കഴിഞ്ഞാൽ എത്ര വരും? 7 അല്ലെ? 18 7 25. ഇവിടെ ലീസ്റ്റ് 10 ആണ്. 10ൽ നിന്ന് 17 പോയി കഴിഞ്ഞാൽ 10 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെറുത് ഏതേ ഉള്ളൂ? 17 ഉള്ളൂ. സോ 7 അല്ലെ? ഇവിടെയോ 10 ആണ്. ഇനി നോക്ക്, ഹയസ്റ്റ് പെനാൽറ്റി ഏതാണെന്ന് നോക്ക്. ഇതാ 10 അല്ലേ? എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു? നിങ്ങൾ സ്റ്റാർ ഇട്ട് ഡിനോട്ട് ചെയ്യുക. സോ കോളമാണ്. കോളത്തിലെ ലീസ്റ്റ് സെൽ ഇനി ഏതാ ഉള്ളത് നോക്ക്. 0 വെട്ടിപ്പോയത്, അതെടുക്കാൻ പറ്റില്ല. ദെൻ ഉള്ളത് 15 ആണ്. 300 കൊടുക്കുവോ 500 കൊടുക്കുവോ? 300 കൊടുക്കും. സോ വെട്ടിപ്പോണം. 200 ആയി. കഴിഞ്ഞു. മൂന്നാമത്തെ പെനാൽറ്റി. എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ പറഞ്ഞുമാണ് പോകുന്നത്. അതുകൊണ്ട് പിന്നെ വലിയ സീനില്ല അല്ലെ? ഓക്കെ. ഇനിയുള്ള ഈ റോയില് 17 ആണ് ഏറ്റവും ചെറുത്. തൊട്ടടുത്ത് കിടക്കുന്ന ചെറുത് 25 ആണ്. സോ 8 തന്നെയാണ്. ഇവിടെ വരുമ്പോ 8 വരും അല്ലെ? ഏറ്റവും ചെറുത് 10 ആണ്. പിന്നീടുള്ള ചെറുതെന്ന് പറയുന്നത് 18 ഉള്ളൂ. സോ 8 വരും. ഇത് വെട്ടിപ്പോയതാണ്. നിങ്ങൾ കോളത്തിലേക്കൊന്ന് വന്നേ. ഇവിടെ സെയിം 7 വരും. ഇവിടെ 7 വരും. ഇവിടെയും 7 വരും. ഇവിടെ ഇല്ല, വെട്ടിപ്പോയി അല്ലെ? സോ ഇതിലെ ഹയസ്റ്റ് പെനാൽറ്റി ഏതാണ്? പറഞ്ഞു. ഹയസ്റ്റ് പെനാൽറ്റി ഏതാ? 2 ഉണ്ടല്ലേ? അയ്യോ പണിയായല്ലോ. 2 ഉണ്ട്. എന്തോ ചെയ്യും? 2 എന്തോ ചെയ്യും? നിങ്ങൾ എന്തോ ചെയ്യും? പറയാമോ?
രണ്ടെണ്ണം ഉണ്ടല്ലോ, എന്തോ ചെയ്യും? നിങ്ങളൊരു കാര്യം ചെക്ക് ചെയ്യുക. നിങ്ങൾ സപ്പോസ് ഫസ്റ്റ് വൺ ആണ് എടുക്കുന്നതെങ്കിൽ, ഫസ്റ്റ് പെനാൽറ്റി ആണ് എടുക്കുന്നതെങ്കിൽ, നിങ്ങൾ അതിന്റെ കറസ്പോണ്ടിങ് എവിടെ ആയിരിക്കും നിങ്ങൾ അലോട്ട് ചെയ്യുക, അലൈൻ ചെയ്യുക? ഇതാ ഇവിടെ ആയിരിക്കും, ഇവിടെ ആയിരിക്കും അസൈൻ ചെയ്യാൻ പോവുക, അല്ലെ? ആണോ? എത്ര ആയിരിക്കും കൊടുക്കുക? 300 ആണ് കൊടുക്കാൻ പറ്റുക, അല്ലെ? 300 ആണ് കൊടുക്കാൻ പറ്റുക. ഞാൻ വളരെ ചെറുതായിട്ട് എഴുതുന്നുള്ളൂ, ഫൈനൽ അല്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ 300ഉം 300ഉം വെട്ടിപ്പോവും, ഈ കോളവും ഈ റോയും വെട്ടിപ്പോവും, അല്ലെ? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നേരെ മറിച്ച് നിങ്ങളിതാ ഈ 8 ഒന്ന് കൊടുത്തു നോക്കി, രണ്ടാമത് കിടക്കുന്ന 8 ഒന്ന് കൊടുത്തു നോക്കി. അപ്പൊ എന്താ അവസ്ഥ എന്ന് നോക്കാം. ഈ 8 ഒന്ന് കൊടുത്തു നോക്കി. ഇവിടെ ആവുമ്പോ എവിടെയായിരിക്കും നമ്മൾ കൊടുക്കുക? 10-ലായിരിക്കും കൊടുക്കുക, അല്ലെ? 10-ലായിരിക്കും കൊടുക്കുക. നമ്മൾ എത്ര ആയിരിക്കും കൊടുക്കുക? 200 ആയിരിക്കും കൊടുക്കുക. ഇവിടെ ആയിരുന്നെങ്കിൽ 300 കൊടുക്കേണ്ടി വന്നേനെ, ഇവിടെ ആകുമ്പോ 200 ഉള്ളൂ. സോ നമ്മൾ ഏറ്റവും ചെറിയ അലോക്കേഷൻ അതാണ് കൊടുക്കേണ്ടത്, കേട്ടോ? സോ നമുക്കിവിടെ 200 കൊടുക്കാം, 200 കൊടുക്കാം. മാക്സിമം അലോക്കേഷൻ 200. ഇവിടെ 200 വെട്ടിപ്പോയി, ദെൻ 0 ആയി. ഇവിടെ 200 കൊടുക്കണം, 100 ആയി. ഓക്കെ, കുറയ്ക്കണം. കണ്ടോ? ഇങ്ങനെയാണ് പെനാലിറ്റി ടൈ ആവുന്ന സമയത്ത് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള അലൈൻമെന്റ്, അസൈൻമെന്റ് എവിടെ കൊടുക്കാൻ പറ്റുമോ അവിടെ കൊടുക്കാം. ഇവിടെ ആയിരുന്നെങ്കിൽ നമ്മൾ 300 കൊടുക്കേണ്ടി വന്നേനെ. ഇവിടെ ആകുമ്പോ എത്ര കൊടുക്കേണ്ട? 200 ആണ്. സോ നമ്മൾ 200 ചൂസ് ചെയ്യാവൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായല്ലോ? അത് കഴിഞ്ഞു. അടുത്ത പെനാൽറ്റി, 4ാമത്തെ പെനാൽറ്റി. എട്ട് തന്നെയാണല്ലേ? ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഇങ്ങോട്ടേക്ക് വരുമ്പോ എത്ര വരും? ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇവിടെ 25, ഇവിടെ 17 ഉള്ളൂ, ഇവിടെ ഒന്നുമില്ല. ഇതിലേതാ ഹയസ്റ്റ് പെനാൽറ്റി? ഇതല്ലേ ഹയസ്റ്റ് പെനാൽറ്റി, 25 അല്ലേ? ഇനി ഇവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ, ഇവിടെ ലീസ്റ്റ് ഒന്നും നോക്കാനില്ല, ഇനി ഇതേ ഉള്ളൂ, 25 ഉള്ളൂ. എത്ര കൊടുക്കും? 200 കൊടുക്കുവോ 300 കൊടുക്കുവോ? 200 കൊടുക്കും. 100 ആയില്ലേ? 100 ആയോ? ആയി, 100 ആയി. ഇനി ഏത് സെല്ലേ ഉള്ളൂ വെട്ടിപ്പോവാൻ? ഈ സെല്ലേ ഉള്ളൂ. നോക്കിയാ നിങ്ങള്, കിടക്കുന്ന അടിപൊളി 100. ഇവിടെ അപ്പൊ എത്ര കൊടുക്കും? 100. സീനുണ്ടോ? സീനില്ല, ശ്രദ്ധിച്ച് തെറ്റാതെ ചെയ്താൽ മതി, കേട്ടോ? നോക്കട്ടെ ശരിയാണോ നമ്മൾ ചെയ്തേ. ശരി, ഓക്കെ. ഒന്ന് അസൈൻ ചെയ്തേ നിങ്ങള്. എന്ന് പറയുന്ന ആക്ടിവിറ്റി, എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്ന് ഏത് വെയർ ഹൗസിലേക്കാ പോകുന്നത്? വെയർ ഹൗസ് 2-ലേക്ക്, അല്ലെ? അങ്ങനെയാണെങ്കിൽ 100 × 17. ദെൻ അതുപോലെ W3-ലേക്കും പോകുന്നുണ്ട്, അല്ലെ? എത്രയാ? 200 × 25. ബി എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്ന് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്? പറഞ്ഞോ. ബി എന്ന് പറയുന്ന എങ്ങോട്ടേക്കാ പോകുന്നത്? W1-ലേക്കുണ്ടല്ലേ? അതായത് 300 × 15. ദെൻ ബി എന്ന് പറയുന്ന വെയർ ഹൗസിൽ നിന്ന് W2-ലേക്കും പോകുന്നുണ്ട്. എത്രയാ? 200 × 10. ദെൻ സി എന്ന് പറയുന്ന ഡമ്മി ആണ്, അല്ലെ? ഡമ്മിയാണ് സി, ഡമ്മി പ്ലാന്റ് ആണ് സി. സോ ഡമ്മിന്ന് പോകുന്ന W3-ലേക്കാണ്. സോ 300 × 0. ഇത്രയൊന്ന് ചെയ്തേ.
4500 5000 എത്ര വരും ടോട്ടല്? 13,200 അല്ലെ? ടെക്സ്റ്റിൽ ആൻസർ കിട്ടിയില്ലേ? 13,200 എത്രയാ മിനിമം കോസ്റ്റ്? കാണുന്നുണ്ടല്ലോ നിങ്ങക്ക്? ചെറുതാക്കണോ കുറച്ചുകൂടെ? കാണുന്നുണ്ടോ? വിഷയമുണ്ടോ? മനസ്സിലായോ? വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലിസ്ട്രേഷൻ നോക്കട്ടെ. 23 നമുക്കൊന്ന് ചെയ്താലോ? ഇലിസ്ട്രേഷൻ 23 എന്താ പറയുന്നു? ത്രീ കണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റില്? ഇലിസ്ട്രേഷൻ 23 നോക്കിയേ. വായിച്ചു നോക്കൂ. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകളാണ് നമുക്ക് ഈ ഒരു ഇതിൽ തന്നിരിക്കുന്നത് അല്ലെ? മാഞ്ഞു പോകുന്നു. വൺ മിനിറ്റ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ് മെട്രിക്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മിനിമൈസേഷൻ പ്രോബ്ലം ആണ്. നമ്മൾ മാക്സിമൈസേഷൻ ഒന്നും അല്ല, മിനിമൈസേഷൻ ഒന്നും ആക്കാൻ പോകേണ്ട കാര്യമില്ല. മിനിമൈസ്ഡ് ആണ്. സോ നിങ്ങൾ ഇവിടെ എക്സ്ട്രാ ഈ ഒരു മെട്രിക്സിലേക്ക് ആഡ് ചെയ്യേണ്ടത് കപ്പാസിറ്റിയും അതുപോലെ ഡിമാൻഡും ആണ്. അല്ലെങ്കിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത്. അതൊക്കെ ഇവിടെ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. റിക്വയർമെന്റ് തന്നിട്ടുണ്ട്. അതായത് ഡിമാൻഡ് ഇതാണ്ട് 300, 260, 180. അതുപോലെ സപ്ലൈ തന്നിട്ടുണ്ടല്ലോ. ഈൽഡ് എന്ന് പറയാൻ തന്നിട്ടുണ്ട്. 250, 320, 280. അപ്പൊ ഡിമാൻഡ് സപ്ലൈ ആയി. ഇനി ഇത് ജസ്റ്റ് ഇട്ട് കൊടുക്കുക. ബാലൻസ്ഡ് ആണോ നോക്കുക. ബാലൻസ്ഡ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ആക്കുക. അതിനുശേഷം വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡില് മിനിമം കോസ്റ്റ് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് നോക്കാം ബാലൻസ്ഡ് ആണോ എന്ന് നോക്കാം. ഓക്കെ, ഇതെല്ലാം ഒന്ന് മായ്ക്കണം. കുറച്ച് വെയിറ്റ് ചെയ്യൂ നിങ്ങൾ. നിങ്ങളും വരച്ചു വാ. വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളും ചെയ്യുമല്ലോ, ഒന്നും ചെയ്യുമല്ലേ.
ചുമ്മാ കണ്ടുപോയിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ചെയ്തു തന്നെ വന്നാലേ അതിന്റെ കാര്യങ്ങൾ അറിയുള്ളൂ. ചുമ്മാ കണ്ടുപോകരുത് കേട്ടോ. വീഡിയോസ് ചെയ്ത് തന്നെ പഠിക്കാം. കാണാമല്ലോ അല്ലെ? ഇലിസ്ട്രേഷൻ എത്രയായിരുന്നു? 23 അല്ലേ? ഇലിസ്ട്രേഷൻ 20. M1, M2, M3. C1, C2, C3. വാല്യൂസ് എഴുതി കൊടുക്കാം. Eight, 7, 6, 8, 5, 5, 4, 9. 5, 4, 9, 7, 6, 8, 4, 9, 7, 5, 5. സപ്ലൈ സപ്ലൈ പറ. 250, 320, 280 അല്ലേ? നോ പ്രോബ്ലം. ഡിമാൻഡ് 300, 260, 180. ബാലൻസ്ഡ് ആണോ നോക്കി? ബാലൻസ്ഡ് ആണോ നോക്കി? $250 plus 320 plus 280 എത്ര വരും? 850 വരും. 850. 260 plus 180 740 ഉള്ളൂ. 740 ഉള്ളൂ. സപ്ലൈ ആണ് കൂടുതൽ. സപ്ലൈ ആണ് കൂടുതലെങ്കിൽ ഡിമാൻഡിനുള്ള എല്ലാം മേടിച്ചോണ്ട് പോയി കഴിയുമ്പോൾ കൂടുതൽ സാധനം ബാക്കി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത് സൂക്ഷിക്കാൻ വെയർ ഹൗസ് വേണ്ടി വരും അല്ലെ? സോ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു വെയർ ഹൗസ്, ഡമ്മി വെയർ ഹൗസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. ഡമ്മി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. വേണ്ടേ? വേണോ? വേണം. ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. എന്നാ കൊടു. 0, 0, 0. വ്യത്യാസം എത്ര വരും? 740 മൈനസ് 850 എന്ന് പറയുമ്പോൾ വ്യത്യാസം 110. ഡിമാൻഡ് 110 വരും. ഓക്കെ, സോ അതിനെ നമുക്ക് കോളത്തിലാക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ, ബാലൻസ്ഡ് ആയി. ആഹാ, അടിപൊളി അടിപൊളി അടിപൊളി. നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഏത് മെത്തേഡില്ല? വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡിൽ എങ്ങനെയാ ചെയ്യുന്നത്? എന്ത് നോക്കിയാണ് ചെയ്യുന്നത്? പെനാലിറ്റീസ് നോക്കിയാണ് ചെയ്യേണ്ടത്. പെനാലിറ്റീസ്.
നമുക്ക് പെനാൽറ്റി നോക്കാം. ഫസ്റ്റ് പെനാൽറ്റി നോക്കാം. റെഡിയാണോ? എനിക്ക് ഞാനോ റെഡിയാ. ഏറ്റവും ചെറുത് ഏതാ? ഫസ്റ്റ് റോ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെറുത് ഏതാ? ഇതില് 0 ആണ് അല്ലെ. നെക്സ്റ്റ് ലീസ്റ്റ് ഏതാണ്? 0 കഴിഞ്ഞാൽ 0 എടുത്തു കഴിഞ്ഞാൽ പിന്നുള്ള സെല്ലുകളിലെ ഏറ്റവും ലീസ്റ്റ് ഏതാണ്? 6 ആണ്. 0യിൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ എത്ര വരും? ആ, ശരിയല്ലേ പറഞ്ഞേ? ശരിയല്ലേ പറഞ്ഞേ? ഓക്കെ. അടുത്തത്, അടുത്ത റോ എടുക്ക്. അടുത്ത റോയിലെ ലീസ്റ്റ് 0 തന്നെയാണ്. സോ 0 കഴിഞ്ഞ് തൊട്ടടുത്ത് കിടക്കുന്ന ലീസ്റ്റ് എന്ന് പറയുന്നത് എത്രയാ? 4 ആണ്. 4. 0യിൽ നിന്ന് 4 പോയാൽ 4 ആണ്. അടുത്ത റോ എടുത്തു കഴിഞ്ഞാൽ 0 തന്നെയാണ് ലീസ്റ്റ്. 0യുടെ തൊട്ടടുത്ത് കിടക്കുന്ന ലീസ്റ്റ് എന്ന് പറയുന്നത് എത്രയാ? 0 കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ലീസ്റ്റ് എന്ന് പറയുന്നത് 5 ആണ്. സോ 0 മൈനസ് 5 5 വരും. റോയിലേക്ക് വരുമ്പോ ഇവിടെ 0 തന്നെയാണ്. 0യിൽ നിന്ന് 0 കുറച്ചാൽ 0 തന്നെ. ഇവിടേക്ക് വരുമ്പോ 5 ആണ് ഏറ്റവും ലീസ്റ്റ്. തൊട്ടടുത്ത് കിടക്കുന്ന ലീസ്റ്റ് എന്ന് പറയുന്നത് 5 എടുത്തു കഴിഞ്ഞാൽ പിന്നുള്ള ലീസ്റ്റ് എന്ന് പറയുന്നത് 6 ആണ്. 5ൽ നിന്ന് 6 പോയാൽ 1. ഇവിടെ 5 ആണ്. 4 ആണ്. 4 ആണ് ലീസ്റ്റ്. 4 എടുത്തു കഴിഞ്ഞാൽ പിന്നുള്ള ലീസ്റ്റ് 5 ആണ്. സോ 4 മൈനസ് 5 1. ഇവിടെ ഏറ്റവും ലീസ്റ്റ് 5 ആണ്. 5 എടുത്തു കഴിഞ്ഞാൽ പിന്നുള്ള ലീസ്റ്റ് 7 ആണ്. സോ 2 വരും അല്ലെ. ശരിയല്ലേ പറഞ്ഞേ? ശരിയാണ്. സോ ഇതിലെ ഹയസ്റ്റ് പെനാലിറ്റി ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ഇവിടെ ഒന്നേ ഉള്ളൂ, ഐഡന്റിഫൈ ചെയ്യാനൊന്നും ഇല്ല, അത് മാർക്ക് ചെയ്തു. സോ റോ വൈസ് ആണ് മാർക്ക് ചെയ്യേണ്ടി വന്നത്. റോ വൈസ് പെനാൽറ്റി ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ ഏറ്റവും ലീസ്റ്റ് ഏതാണോ അവിടെയാണ് അസൈൻ ചെയ്യേണ്ടത്. അസൈൻമെന്റ് ലീസ്റ്റ് സെല്ലിൽ തന്നെ, അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. പക്ഷെ സെലക്ട് ചെയ്യുന്നത് കോളം ആണോ റോ ആണോ സെലക്ട് ചെയ്യുന്നത് പെനാൽറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും കേട്ടോ. ഇവിടെ 110 കൊടുക്കോ 250 കൊടുക്കോ? 110 കൊടുക്കും അല്ലെ. 110 കൊടുക്കും. 110 അല്ലെ. 10 0 ആയി. ഇത് വെട്ടിപ്പോയി. 250 110 കുറച്ചേ 140 140. അടുത്ത പെനാൽറ്റി ടാസ്ക് ആണ്. പെനാൽറ്റി കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ്. അത്യാവശ്യം സമയം കൂടുതൽ എടുക്കുന്ന ഒരു ഏരിയ ആണ്. 0 പോയി. 0 വെട്ടിപ്പോയതാ. ഇനി ഈ റോയിലെ ഏറ്റവും ലീസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? 6 ആണ്. 6 എടുത്തു കഴിഞ്ഞാൽ പിന്നുള്ള ലീസ്റ്റ് എന്ന് പറയുന്നത് 7 ആണ്. സോ 6 മൈനസ് 7 1 വരും. ഈ റോ എടുക്കുമ്പോൾ 0 ഇവിടെയും പോയി. പിന്നുള്ള ലീസ്റ്റ് എന്ന് പറയുന്നത് 4 ആണ്. 4ൽ നിന്ന് 4 എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നുള്ള ലീസ്റ്റ് 5 ആണ്. സോ 1. ഇവിടേക്ക് വരുമ്പോ 5 ആണ് ലീസ്റ്റ്. 5 എടുത്തു കഴിഞ്ഞാൽ പിന്നുള്ള ലീസ്റ്റ് ഏതാ? പിന്നുള്ള ലീസ്റ്റ് ഏതാ? 5 തന്നെയല്ലേ ലീസ്റ്റ് വരുന്നത്. ഒരു 5 എടുത്തു കഴിഞ്ഞാൽ വീണ്ടും 5 കിടക്കുന്നു. സോ അത് തന്നെയാണ് ലീസ്റ്റ്. സോ 0 വരും. 5ൽ നിന്ന് 5 പോയാൽ 0. ഈ റോ ഇല്ല, ഈ കോളം ഇല്ല. ഇവിടെ നില്ല് നമുക്ക് എഴുതാം. വെട്ടിപ്പോയതല്ലേ, അതുകൊണ്ട് നില്ല് എഴുതാം. അടുത്ത കോളം പറ. ലീസ്റ്റ് ഏതാ? 5 അല്ലേ. പിന്നെ കിടക്കുന്ന ലീസ്റ്റ് ഏതാ? 6 അല്ലേ. സോ 1 എഴുതാം. ഇവിടെ 1 എഴുതാം. ഇവിടെ 2 എഴുതാം. യാതൊരു വ്യത്യാസവും ഇല്ല. ഹയസ്റ്റ് പെനാൽറ്റി 2 ആണ്. ഹയസ്റ്റ് പെനാൽറ്റി 2 ആണ്. സോ കോളമാണ് വരുന്നത്. കോളമാണ് സെലക്ട് ചെയ്യേണ്ടത്. കോളത്തിൽ വരുന്ന ഏറ്റവും ലീസ്റ്റ് സെൽ എവിടെയാണോ അവിടാണ് അസൈൻ ചെയ്യേണ്ടത്, അലോക്കേറ്റ് ചെയ്യേണ്ടത്. 300 അലോക്കേറ്റ് ചെയ്യോ 320 അലോക്കേറ്റ് ചെയ്യോ? 300 അലോക്കേറ്റ് ചെയ്യും. 0 വെട്ടി 220 ആയി അല്ലെ. 300 പോയി 20 ആയി. അടുത്ത പെനാൽറ്റി
അടുത്ത പെനാൽറ്റി 3 പറ. ഇനി 7 6 ഉള്ളൂ. അതിൽ ഏറ്റവും ചെറുത് 6 ആണ്. 6 എടുത്തു കഴിഞ്ഞാൽ പിന്നുള്ള ചെറുതെന്ന് പറയുന്നത് 7 ആണ്. സോ 1. ഇവിടെ ആണെങ്കിൽ 4 ആണ്. പിന്നുള്ള ചെറുത് 9 ആണ്. അല്ലെ ഈ റോ നോക്കുമ്പോ? സോ എത്ര വരും? 5 വരും. ഇനി ഇവിടെ 5ഉം 5ഉം ഉള്ളൂ. സോ 0. ഇത് പോയതാണ്. ഇവിടെ 1 എഴുതാം, ഇവിടെയും 1 എഴുതാം. ഇതിവിടെ എഴുതാൻ പറ്റത്തില്ല, കാരണം വെട്ടിപ്പോയി 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 കഴിഞ്ഞാൽ അവിടെ ഒന്നും പെനാൽറ്റി ഒന്നും എഴുതരുത്. ഈ പെനാൽറ്റി ഹയസ്റ്റ് ചെയ്താൽ 5 ആണ്. പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. 5th റോ ആണ് അല്ലെ? 5th റോയിലെ ലീസ്റ്റ് ഏതാണ്? 5th പെനാൽറ്റിയിലെ റോയിൽ ലീസ്റ്റ് വരുന്നത് 4 ആണ്. 4ൽ നമ്മൾ 260 കൊടുക്കോ 20 കൊടുക്കോ? 20 കൊടുക്കും. 0 ആയി. ഇവിടെ 240 അല്ലെ? അടുത്ത പെനാൽറ്റി. ടച്ച് പോരുത്, ഇടയ്ക്ക് ശ്രദ്ധ പോരുത് കേട്ടോ. റോ സെയിം 1 തന്നെ വരും. 6 - 7 1. ഇവിടെ ഇല്ല, വെട്ടിപ്പോയി. ഇവിടെ 0 വരും. ഇവിടെ വെട്ടിപ്പോയി. ഇവിടെ 5 - 6. 5 എടുത്തു കഴിഞ്ഞാൽ പിന്നെ 6 ഉള്ളൂ ചെറുത്. സോ 1. ഇവിടെ 5 എടുത്തു കഴിഞ്ഞാൽ പിന്നെ 7 ഉള്ളൂ. സോ 2. വെട്ടിപ്പോയി. ഏതാണ് ഹയസ്റ്റ് പെനാൽറ്റി? ഇതാ 2 ആണ് പെനാൽറ്റി. കോളത്തിലാണ് വന്നിരിക്കുന്നത്. ഏത് കോളത്തിലാണ്? C2ലാണ് വന്നിരിക്കുന്നത്. C2ലെ ലീസ്റ്റ് ഏതാണ്? 5 ആണ് ലീസ്റ്റ് സെല്ല്. സോ ഇവിടെ അലോക്കേറ്റ് ചെയ്യാം. 240 അലോക്കേറ്റ് ചെയ്യോ 280 അലോക്കേറ്റ് ചെയ്യോ? 240 അലോക്കേറ്റ് ചെയ്യും. 0 ആയി. 280 240 പോയാൽ 40 അല്ലെ? 280 240 പോയാൽ 40. 40 ആയേ. അടുത്ത പെനാൽറ്റി 6 ഉള്ളൂ. ഇവിടെ ഇല്ല. 5 ഉള്ളൂ. ഇല്ല. 6 - 5 - 6 1 ഉണ്ട്. ഇല്ല. ഏതാണ് ഹയസ്റ്റ് പെനാൽറ്റി? എവിടെ കൊടുക്കാം? ഇതേ ഉള്ളൂ. അപ്പൊ ഇവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എത്ര കൊടുക്കാം? 180 കൊടുക്കോ 140 കൊടുക്കോ? 140 കൊടുക്കും അല്ലെ? 0. എത്രയായി? 40 ആയി. കണ്ടോ? ദേണ്ടേ 40 കിടക്കുന്നു. സോ ഇവിടെ 40. നമ്മൾ ചെയ്ത് ശരിയാണ്. നമുക്കത് വാല്യൂ ഒന്ന് കൊടുത്തു നോക്കാം. എന്താ പറയുന്നു? വാല്യൂസ് ഒക്കെ എന്നിട്ട് ഇൻഡു ചെയ്ത് നോക്കാം. കാണുന്നുണ്ടോ? M1 എങ്ങോട്ടേക്കൊക്കെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്? C3ക്കും ഡമ്മിക്കും അല്ലെ? ഡമ്മിക്കുമാണ്. സോ C3ക്കും ഡമ്മി ഇവിടെ എഴുതാം, താഴെ എഴുതാം. ഡമ്മി താഴെ എഴുതാം. C3ക്ക് എന്ന് പറയുമ്പോൾ 140 × 6 ആണോ? ഡിക്ക് എന്ന് പറയുമ്പോ 110 × 0. ഓക്കെ. M2ലേക്ക് വരുമ്പോ എങ്ങോട്ടൊക്കെയാ അസൈൻമെന്റ്? C1ലേക്കുണ്ട്, C2ലേക്കുണ്ട് അല്ലെ? C1ലേക്കുള്ള എത്രയാ? 300 × 5 ആണോ? C2ലേക്ക് 20 × 40 ആണോ? ആണല്ലോ. M3 എടുക്കുമ്പോ എവിടേക്കാ? C2ലുണ്ട്, അതുപോലെ C3ലുണ്ട്. C2ലേക്ക് 240 × 5ഉം C3ലേക്ക് 40 × 5ഉം. എത്ര വരും? എല്ലാം ഇൻഡു ചെയ്തിട്ട് ആഡ് ചെയ്തേ മൊത്തം കൂടെ. മിനിമം കോസ്റ്റ് എത്ര വരും നോക്കാം. എത്ര വരും നോക്കണമല്ലോ നമുക്ക്. 140 × 6 840 0 1500 80 1200
40 × 5 200 ആഡ് ചെയ്തേ. 840 പ്ലസ് 1500 പ്ലസ് 80 പ്ലസ് 1200 പ്ലസ് 200 3820. ടെക്സ്റ്റിലെ ആൻസറാ 3820. കിട്ടിയോ? എന്താ പറയുന്നു? സിമ്പിൾ ആണ്. വളരെ ശ്രദ്ധയോടുകൂടി ഇടയ്ക്ക് ശ്രദ്ധ പോകാതെ ചെയ്യുക. തെറ്റിയെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ഒന്നേന്ന് ചെയ്യുക. ഓക്കെ, അതിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്തു തീർക്കാനായിട്ട് പറ്റും, ഉറപ്പാണ് കേട്ടോ. പ്രശ്നമില്ല? പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലല്ലോ. ഇനിയും വേണോ പ്രോബ്ലം? ഇനിയും ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഏതാ ചെയ്യുന്നത്? നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലം, നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്ത പ്രോബ്ലം ഏതായിരുന്നു? ഐ തിങ്ക് 27 ആണോ? 27 ആയിരുന്നു അല്ലേ? 27 വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വോവൽസ് അപ്രോക്സിമേഷൻ മെത്തേഡിൽ ചെയ്യാം. എന്താ പറയുന്നു? ചെയ്യുന്നോ? ചെയ്യാം, ഞാനും കൂടാം. നിങ്ങൾ അപ്പോഴത്തേക്ക് ബാലൻസ്ഡ് ആയിരുന്നെങ്കിൽ ബാലൻസ്ഡ് ആക്കുക, ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ ബാലൻസ്ഡ് ആക്കുക കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ആക്കുക. ആണെന്നുണ്ടെങ്കിൽ അല്ല, ബാലൻസ്ഡ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ആക്കിയിട്ടുള്ള മെട്രിക്സ് തയ്യാറാക്കി ഇടുക. അപ്പോഴത്തേക്ക് ഞാൻ എത്താം. ഡമ്മി വേണം അല്ലെ? ഇവിടെ ഒരു ഡമ്മി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും അല്ലെ? അതുകൊണ്ടാണ് ഞാൻ ഒരു കോളും കൂടെ, ഒരു റോയും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ ബുക്കിൽ ചെയ്യുന്നത് വൃത്തിയായിട്ട് തന്നെ ചെയ്യുക, ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നീട് നോക്കുമ്പോൾ ഒന്നും തന്നെ കത്തില്ല. കുറെ വരയും കുരയും മാത്രമേ കാണുള്ളൂ, ഒന്നും കത്തില്ല. ABC ABC ഡമ്മി അല്ലേ? ഡമ്മി വാല്യൂസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. 5 1 7 6 4 6 3 to 5.
3, 2, 5. Dummy 0, 0, 0. Demand ഒക്കെ എത്ര? Demand 75, 20, 50. Supply 10, 80, 15. 10, 80, 15, 40 ആണോ? ബാലൻസ് ചെയ്തത് 40 ആണോ? ടോട്ടൽ എത്ര വന്നായിരുന്നു? ടോട്ടൽ എത്ര ആയിരുന്നു? ടോട്ടൽ എഴുതണമെന്നൊന്നും ഇല്ല, പിന്നെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് വേണമെങ്കിൽ 10 plus 80 plus 15 plus 40 അല്ലേ? 145 ആണോ? ഓക്കെ, 145 ആണ്, ഈക്വൽ ആണ്. ശരി, വോഗൽസ് അപ്രോക്സിമേഷൻ ആണ്. വോഗൽസ് അപ്രോക്സിമേഷൻ ആണ്, ശ്രദ്ധിച്ച് ചെയ്യുക. പെനാലിറ്റീസ് ആണ് നോക്കണ്ടത് അല്ലെ? പെനാലിറ്റീസ് ആണ് നോക്കേണ്ടത്. ഫസ്റ്റ് പെനാൽറ്റി നോക്കാം. ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക. ഫസ്റ്റ് പെനാൽറ്റി ഏറ്റവും ചെറുത് ഏതാ? ഫസ്റ്റ് റോയിൽ ഏറ്റവും ചെറുത് ഏതാ? ഫസ്റ്റ് റോയിൽ ഏറ്റവും ചെറുത് 1 ആണ്. 1 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെറുത് ഏതാ? 5 ആണ്. സോ ഇത് തമ്മിലുള്ള വ്യത്യാസം 4 അല്ലെ? അടുത്ത റോ എടുത്തു കഴിയുമ്പോൾ ഏറ്റവും ചെറുത് 4 ആണ്. 4 എടുത്തു കഴിഞ്ഞാൽ പിന്നുള്ള ചെറുത് 6 ആണ്. സോ 2 വരും. -2. മൈനസ് ചെയ്യുമ്പോൾ 2 വരും. 6 4 പോയാൽ 2. അടുത്ത റോ എടുത്തു കഴിയുമ്പോൾ ചെറുത് ഏതാ? 2 ആണ്. 2 എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെറുതുള്ള ഏതാ? 3 ആണ്. സോ 1 വരും അല്ലെ? 1 വരില്ലേ? 1 വരും. കോളത്തിലേക്ക് വരുമ്പോ ഇവിടെ 0 തന്നെ, ഇവിടെ 0 തന്നെ. കോളത്തിലേക്ക് വരുമ്പോ ഏറ്റവും ചെറുത് 0 ആണ് അല്ലെ? ഇവിടെ ഏറ്റവും ചെറുത് 0 ആണ്. ഫസ്റ്റ് കോളം എടുക്കുമ്പോൾ ഏറ്റവും ചെറുത് 0 ആണ്. 0യിൽ നിന്ന് തൊട്ടടുത്ത ചെറുത് ഏതാ? 5 ആണ് അല്ലെ? 0യിൽ നിന്ന് 5 പോയാൽ 5 വരും. ഇവിടെ 0യിൽ നിന്ന് തൊട്ടടുത്ത ചെറുത് ഏതാ? 1 ആണ്. സോ 1 വരും. 0യിൽ നിന്ന് 1 പോയാൽ 1 തന്നെ. ഇവിടെ 0 ആണ്. തൊട്ടടുത്ത് ചെറുത് കിടക്കുന്ന ഏതാ? 3 ആണ്. 3 വരും. സംശയമുണ്ടോ? സംശയമുണ്ടോ? സംശയമില്ല. സോ ഇതിലെ ഏറ്റവും ഹയസ്റ്റ് പെനാൽറ്റി ഏതാ? 5 ആണ്. സ്റ്റാർ ചെയ്യുക. കോളത്തിലാണ്. സോ ഈ കോളത്തിലെ എഫ് എന്ന് പറയുന്ന കോളത്തിലെ ലീസ്റ്റ് കോസ്റ്റ് സെല്ലില് വേണം അലോക്കേഷൻ നടത്താൻ. എത്ര കൊടുക്കും? 40 കൊടുക്കോ 50 കൊടുക്കോ? 40 കൊടുക്കും. ഇവിടെ എത്രയായി? 10 ആയി. അടുത്ത പെനാൽറ്റി സെയിം 4 വരും. ഒന്ന് വരച്ചോട്ടെ. ഇവിടെ 2 വരും. ഇവിടെ 1 വരും. ഇവിടെ ഇല്ല, വെട്ടിപ്പോയതാണ്, ഇല്ല. സോ ഇവിടെയോ? ഇവിടെ നോക്കുമ്പോ എഫ് എന്ന് പറയുന്ന കോളത്തിൽ ഇപ്പൊ ചെറുത് കിടക്കുന്ന 0 വെട്ടിപ്പോയി. ഇപ്പൊ ചെറുത് കിടക്കുന്ന 5 ആണ്. 5ന് തൊട്ടടുത്ത് കിടക്കുന്ന ചെറുത് 6 ആണ്. സോ 1 വരും. ഇവിടെ വരുമ്പോ 1 ആണ് ചെറുത്. 1ന് തൊട്ടടുത്ത് കിടക്കുന്ന ചെറുത് 2 ആണ്. സോ 1 വരും. 2 - 1 1. ഇവിടെ 3 ആണ്. 3 ആണ് ചെറുത്. 3യുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഏതാ? 5 ആണ്. സോ 3 - 5 2 വരും. അല്ലേ? ശരിയല്ലേ? 3 2 2 1 3 1 ആണ്. ഓക്കെ, ഇവിടെ ഹയസ്റ്റ് ഏതാ പെനാൽറ്റി? ഹയസ്റ്റ് പെനാൽറ്റി 4 ആണല്ലോ അല്ലെ? 4 ആണല്ലോ. കൊടുക്ക്. എവിടെ കൊടുക്കും? റോ വൈസ് ആണ്. എ എന്ന് പറയുന്ന റോയിലെ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ഏതാ? 1 ആണ്. സോ ഇവിടെ കൊടുക്കണം. എത്ര കൊടുക്കും? 10 കൊടുക്കുമോ 20 കൊടുക്കും? 10 കൊടുക്കും. 0 വെട്ടിപ്പോയി. ഇവിടെ 10 കുറച്ച് 10 എഴുതുക. അടുത്ത പെനാൽറ്റി വെട്ടിപ്പോയി. ഇവിടേക്ക് വരുമ്പോ 2 ആണ്. ഇവിടെ വരുമ്പോ 1 ആണ്. വെട്ടിപ്പോയതാണ്.
ഇവിടെ വരുമ്പോഴോ കോളം വൈസ് 6 മൈനസ് 5, 5 മൈനസ് 6, 1. ഇവിടെ 2, ഇവിടെ 3 അല്ലേ? ഹൈയസ്റ്റ് പെനാൽറ്റി ഏതാ? 3 ആണ് അല്ലേ? 3 അല്ലേ? കോളമാണ് ഡി എന്ന് പറയുന്ന കോളം. ഡി എന്ന് പറയുന്ന കോളത്തിൽ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ഇപ്പൊ നിലവിലുള്ളത് ഏതാ? 3 ആണ്. എത്ര കൊടുക്കാം? 75 കൊടുക്കൂ, 15 കൊടുക്കോ? 15 കൊടുക്കും. വെട്ടിക്കളയും, വെട്ടു. 15 കുറച്ച് 75 15 കുറച്ച് 60 വരും അല്ലേ? ഓക്കെ. അടുത്ത പെനാൽറ്റി. പെനാൽറ്റി വിഷയമാ അല്ലേ? വെട്ടിപ്പോയതാണ്. ഇവിടെ 2 തന്നെ വരും. ഇവിടെ വെട്ടിപ്പോയതാണ്, ഇവിടെയും വെട്ടിപ്പോയതാണ്. കോളം വരുമ്പോ ഇവിടെ 6 ഉള്ളൂ, ഇവിടെ 4 ഉള്ളൂ, ഇവിടെ 6 ഉള്ളൂ. 2 6 വരുന്നു. 2 6 ആണ്ട് കിടക്കുന്നു. 2 6 വരുന്നേ. 2 6 വരുന്നു. 2 6 എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കുക. ചുമ്മാ ഫസ്റ്റ് 6 ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനാവും സംഗതി എന്ന് നോക്കാം. ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ലീസ്റ്റ് സെൽ ഏതാ? ഇനി 6 ഉള്ളു അല്ലേ? ഇവിടെ എത്ര ആയിരിക്കും നമ്മൾ കൊടുക്കുക? 60 ആണോ 80 ആണോ? 60 ആയിരിക്കും കൊടുക്കാൻ പോവുക അല്ലേ? എന്നാൽ നമ്മൾ നേരെ മറിച്ച് ഇവിടെ ആണെന്നുണ്ടെങ്കിലോ 10 ആണോ 80 ആണോ കൊടുക്കാൻ പറ്റുക? 10 ആണ് കൊടുക്കാൻ പറ്റുക. 10 ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരിക്കലും ഇത് സെലക്ട് ചെയ്യാൻ പാടില്ല, ഇവിടെ കൊടുക്കുക, 10 കൊടുക്കുക കേട്ടോ. സോ ഈ പെനാൽറ്റി സെലക്ട് ചെയ്യുക, ഈ പെനാൽറ്റി സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? 10 കൊടുക്കുക അല്ലെ? 10 കൊടുത്തേ 0 ആയി, ഇവിടെ 70 ആയി അല്ലെ? സീനുണ്ടോ? സീനുണ്ടോ? പറ്റി. അടുത്ത പെനാൽറ്റി. അടുത്ത പെനാൽറ്റി ഇവിടെ ഇല്ല, ഇവിടെ 2 ഉണ്ട്, പിന്നെ ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. താഴേക്ക് വരുമ്പോ ഇവിടെ ഇല്ല, ഇവിടെ ഒരു 4 ഉണ്ട് അല്ലേ? ഉണ്ടോ? നിങ്ങൾ പറ. ഒരു 4 ഉണ്ട്, പിന്നെ ഒരു 6 ഉണ്ട്, പിന്നെ ഒരു 6 ഉണ്ട്. ഹൈസ്റ്റ് പെനാൽറ്റി ഏതാ? ഇതല്ലേ ഹൈസ്റ്റ് പെനാൽറ്റി? ഇതല്ലേ ഹൈസ്റ്റ് പെനാൽറ്റി? എവിടെ കൊടുക്കാം? 6 ഉള്ളു കൊടുക്കാൻ. അവിടെ കൊടുക്ക്. എത്ര കൊടുക്കും? 60 കൊടുക്കുവോ 70 കൊടുക്കുവോ? 60 കൊടുക്കും. 0 ആയി. ഇവിടെ എത്ര എഴുതാം? 10 അല്ലേ? 10 ആയി. അതാണ് നടക്കുന്നത്. 10 10. സോ ഇവിടെ എത്ര കൊടുക്കാം? 10 കൊടുക്കാം. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഒന്ന് അലോക്കേറ്റ് ചെയ്ത് നോക്കിയേ. എ എന്ന് പറയുന്ന ആ ഒരു എന്താണ് ഫാക്ടറിയിൽ നിന്ന് ഡി എന്ന് പറയുന്ന വെയർ ഹൗസിലേക്ക് ഇല്ല, ഇ എന്ന് പറയുന്ന വെയർ ഹൗസിലേക്ക് ഉണ്ടല്ലേ? എത്രയാ? 10 × 1 ആണോ? 10 × 1. വേറെ എങ്ങോട്ടെങ്കിലും ഉണ്ടോ? ഇല്ല. എയിൽ നിന്ന് വേറെ ഇല്ല. ഡിയിൽ നിന്ന് എങ്ങോട്ടൊക്കെ ഉണ്ട്? ഡിയിലോട്ടുണ്ട്, ഇയിലോട്ടുണ്ട്, എഫിലോട്ടുണ്ട്. ഡിയിലേക്ക് 60 × 6, 10 × 4, 10 × 6. സിയിലേക്ക് വരുമ്പോ ഡിയിലേക്കുണ്ട്, ഡിയിലേക്ക് മാത്രമേ ഉള്ളൂ. സോ 15 × 3. ഡമ്മിയിലേക്ക് വരുമ്പോഴോ എഫിലേക്കുണ്ടല്ലേ? ഡമ്മിയാണ്, ഡി അല്ല, ഡമ്മി. എഫിലേക്കുണ്ട്. 40 ആണ്. ഇൻറ്റു 0 ആണോ ചെയ്യണ്ടേ? 0 ആണോ ചെയ്യണ്ടേ? അല്ല, പെനാൽറ്റി കോസ്റ്റ് വന്നിട്ടുണ്ട്. സോ 2. ഒന്ന് ചെയ്ത് നോക്കിയേ.
595. കണ്ടാ ക്വസ്റ്റില് നമ്മുടെ ടെക്സ്റ്റിലെ ആൻസർ തന്നെ കിട്ടി. ലീസ്റ്റ് കോസ്റ്റ് സെല്ല് മെത്തേഡ് ചെയ്തപ്പോഴും ടെക്സ്റ്റിലെ ആൻസർ കിട്ടി. 595 മിനിമം കോസ്റ്റ്. കാണുന്നുണ്ടോ നിങ്ങക്ക്? കാണുന്നുണ്ടല്ലോ അല്ലെ? എല്ലാരും ചെയ്തോ? ഇതെല്ലാം ചെയ്ത് പഠിക്കാം കേട്ടോ. നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലംസ് എല്ലാം ടെക്സ്റ്റിലെ A to Z പ്രോബ്ലംസ് എല്ലാം എല്ലാ മെത്തേഡിലും ചെയ്യുക. ആദ്യം നിങ്ങൾ ചെയ്യണം ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന എല്ലാ പ്രോബ്ലവും നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ മെത്തേഡിൽ ചെയ്യണം. അതിനുശേഷം ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡിൽ ചെയ്യണം. അവസാനം എല്ലാ പ്രോബ്ലവും വോവൽസ് അപ്രോക്സിമേഷൻ മെത്തേഡിൽ സെറ്റാണ്. പിന്നെ യാതൊരു തരത്തിലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ധൃതി വെക്കാതെ വേറെ എങ്ങോട്ടും ശ്രദ്ധ പോകാതെ ചെയ്താൽ മതി. ആൻസർ കൃത്യമായിട്ട് കിട്ടും, മാർക്കും കിട്ടും. 8 മാർക്ക് 10 മാർക്ക് 15 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന വകുപ്പുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ മോഡൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച അസൈൻമെന്റ് പ്രോബ്ലം. ഇത്ര നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക. കഴിഞ്ഞ എക്സാമിന് ഇതൊന്നും ചോദിച്ചിരുന്നില്ല, ഇത്തവണ ചോദിച്ചേക്കാം. റിപ്പീറ്റഡ് ആയിട്ട് പലതവണ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. സോ നമ്മൾ ആ ഒരു ഏരിയയും കൂടെ കവർ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ പ്രോബ്ലം വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ വേറെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? പറഞ്ഞേ, ആർക്കെങ്കിലും എനിവൺ? നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നത് കൊണ്ടാണോ? ഇടയ്ക്ക് കുറച്ചു പേരൊക്കെ എന്നോട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കുറച്ചു പേരൊന്നും ചോദിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം മനസ്സിലായത് കൊണ്ടാണോ അതോ മനസ്സിലാവാത്തത് കൊണ്ടാണോ എന്നെല്ലാം എന്താണല്ലോ ഒന്ന് അറിയിക്കുക കേട്ടോ, നമുക്ക് പരിഹരിക്കാം. പിന്നെ വേറെന്താ കാര്യങ്ങളൊക്കെ? സമയം അധികം ഇല്ല. പഠിത്തം ഞാൻ പറഞ്ഞിരുന്നു, ഓൾറെഡി പറഞ്ഞിരുന്നു, സെക്കൻഡ് തേർഡ് ഗിയറിലേക്കൊക്കെ മാറേണ്ട സമയമായെന്ന് പറഞ്ഞിരുന്നു. ഇനിയും മാറിയിട്ടില്ലാത്തവര് മാറുക, ഇന്ന് മുതൽ മാറുക കേട്ടോ. ഓക്കെ, വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. ക്ലാസ്സുകളെല്ലാം മുടക്കാതെ കാണുക. ഇടുന്ന ടൈമിൽ തന്നെ കയറാൻ പറ്റുന്നവര് ആ സമയം തന്നെ കയറി കാണുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക, നമുക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും എനി ഡൗട്ട്സ്? ഇല്ലല്ലോ, സീനില്ലല്ലോ. അപ്പൊ ആ ഒരു കടമ കഴിഞ്ഞു. ഇനി ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞു. ഇനിയും നമുക്ക് സിമുലേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഒക്കെ വരുന്നുണ്ട്. അതും നമുക്ക് നൈസായിട്ട് അങ്ങ് പഠിച്ചു പോകാവുന്നതാണ്. കുറെ അധികം പ്രോബ്ലം ചെയ്യിപ്പിക്കാം കേട്ടോ. പല മോഡൽ പ്രോബ്ലംസ് ഉണ്ട്, പല മോഡൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യിപ്പിച്ച് പോകാം കേട്ടോ, ടെക്സ്റ്റിലെ കൂടാതെ വെറൈറ്റി ആയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു, ബൈ. അടുത്ത ദിവസം കാണാം. ഓക്കെ.